ഹലോ ഗൈസ്, എല്ലാവർക്കും എം എഫ് ക്രോസൻഡെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണയായിട്ട് എല്ലാ വീട്ടിലും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ LED ബൾബുകൾ. അപ്പോൾ ഇത് കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് കേടാവും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അതേപോലെ എവിടെയെങ്കിലും അങ്ങ് എടുത്ത് ഇറങ്ങി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഇതിനെ ഏതൊരു സാധാരണക്കാരനും നന്നാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ ബൾബാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഹോൾഡറിലിട്ട് ഞാൻ കാണിച്ചു തരാം. കത്തുന്നില്ല. അപ്പോൾ ഇനി ഇതിൽ ഏത് LED ആണ് കംപ്ലൈൻ്റ് എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു കഷ്ണം വയറാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പിടിക്കാൻ കണക്കിന് സൗകര്യപ്രദമായിട്ട് ഒരു കഷ്ണം വയർ എടുക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും നമ്മൾ സ്ലീവ് കളഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഓരോ LED ആയിട്ട് നമുക്ക് ഈ രണ്ടറ്റവും ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഒന്നും പ്രശ്നം കാണിക്കുന്നില്ല. രണ്ടറ്റവും മുട്ടുന്നൊന്ന് നമുക്ക് ഉറപ്പാക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു LED ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിനെങ്ങനെ ശരിയാക്കാമെന്ന് കാണിച്ചു തരാം. അത് തന്നെ നമുക്കിതിനെ ഈ ഹോൾഡറിൽ നിന്ന് വിടിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു കംപ്ലൈൻ്റ് LED ഒരു പ്ലെയർ യൂസ് ചെയ്ത് നമുക്കതിനൊന്ന് പൊട്ടിച്ചളയാം. നല്ല രീതിയിൽ നമുക്കതിൻ്റെ ആ ഒരു കണക്ഷൻ കാണാൻ വിധത്തിന് നമുക്കതിനൊന്ന് പൊട്ടിച്ചളയാം. അത് നമ്മുടെ ഈ ഒരു LED നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള LEDയും കൃത്യമായിട്ട് കത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സോൾഡർ മെഷീൻ ഉള്ളവരാണെങ്കിൽ ഈ രണ്ടും ഒന്ന് നമ്മുടെ സോൾഡറിൻ്റെ ലെഡ് യൂസ് ചെയ്തൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സാധാരണയായിട്ട് കാണുന്നതല്ലേ നമ്മുടെ ഈ ഒരു ഗുളിക. അപ്പോൾ ഗുളികയുടെ ആ ഒരു പുറകു വശത്ത് കാണുന്ന മറ്റൊരു അലുമിനിയം ഈ ഒരു പീസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഇതിനെ ചെറിയൊരു സ്ക്വയർ ഷേപ്പാക്കി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. കാരണം നമുക്കതൊന്ന് ഷോർട്ട് ചെയ്യാനായിട്ട് ഇതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് വേ ആയിട്ട് തോന്നിയത്. ഇതില്ലെങ്കിൽ നമുക്കിപ്പോൾ അലുമിനിയം ഫോയിലോ ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം വയറോ എടുത്താലും മതിയാവും. അതിനുശേഷം നമ്മൾ ഒരു ഇൻസുലേഷൻ ടാപ്പിൻ്റെ കഷ്ണം എടുത്തതിന് ശേഷം നമ്മുടെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പുറത്തുകൂടെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കിട്ടും. അതിനുശേഷം നമ്മുടെ ഒരു LED ഷോർട്ടാകാൻ വിധത്തിൽ നമുക്കിതിനൊന്ന് മറ്റൊരു LEDയും ടച്ച് ആവാത്ത വിധത്തിൽ നമുക്കിതിനൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതെ, പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു LEDയുടെ ആ രണ്ട് ലെഗ് തമ്മിൽ നല്ലോണം ഷോർട്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ഷോർട്ടായിട്ടുണ്ട്. ഓർഡറിലോട്ട് ഇട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ LED നല്ലവണ്ണം കത്തുന്നതായിട്ട് കാണാം. ഇപ്പോൾ ക്യാമറയിലൊരു ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറയിൽ കാണുമ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നേരിട്ട് സാധാരണ നമ്മുടെ ആ ഒരു ബൾബ് കത്തുന്ന സെയിം വെളിച്ചം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് വീണ്ടും നമ്മുടെ ബൾബുകൾ റീയൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ആ ഒരു ബൾബിനെ നമുക്ക് അതിൻ്റെ ക്യാപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൾബ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.